السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്തു സൽസല അഥവാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്താണ്. വളരെ പ്രധാനപ്പെട്ട, പതിവായി നാം ഓതിയിരിക്കേണ്ട ധാരാളം ശ്രേഷ്ഠതകളുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തു സൽസല. ഒരു ഹദീസിൽ കാണാം, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ടുള്ള ഹദീസാണ്. അൻ അനസിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഇദാ സുൽസില അദലത് ലഹു ബിനിസ്ഫിൽ ഖുർആൻ. ഇദാ സുൽസില സൂറത്ത് ഒരാൾ ഓതിയാൽ ഖുർആനിൻ്റെ പകുതിയോട് അത് പകരമാകുന്നതാണ്. വിശുദ്ധ ഖുർആൻ പകുതി ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാശയം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എനിക്ക് ഖുർആൻ ഓതിത്തരുമോ? അവിടുന്ന് 3 സൂറത്തുകൾ ഓതിക്കൊടുത്തു. വീണ്ടും ചോദിച്ചു, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്ത് എനിക്ക് ഓതിത്തരുമോ? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് ഓതിക്കൊടുക്കുകയാണ് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയൻ ലാ അസീദു അലൈഹ അബദ. അങ്ങയെ നബിയായി അയച്ച അല്ലാഹുവാണ് സത്യം, ഇതിനപ്പുറം കൂടുതലായി ഞാനൊന്നും മനസ്സിലാക്കുന്നില്ല, എനിക്കൊന്നും വേണ്ടതില്ല. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകളുള്ള സൂറത്താണ് സൂറത്തു സൽസല. അന്ത്യനാളിലെ അതിഭയങ്കര ഭീകര സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന സൂറത്താണ് ഇത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ ഖിയാമത്ത് നാളിൽ ഭൂമിക്ക് മുകളിലുള്ള കെട്ടിടങ്ങളും പർവ്വതങ്ങളും സകലതും തകർന്നു വീഴും വിധം കെടുകിടാ വിറകൊള്ളുകയും തരിപ്പണമാവുകയും ചെയ്യും. ശേഷം അത് പരന്ന ഒരു സമനിരപ്പായ മഹ്ശറായി മാറുകയും ചെയ്യും. ആ സമയത്ത് അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഭൂമി അതിനുള്ളിലെ ഭാരങ്ങൾ പുറംതള്ളുകയും ചെയ്താൽ ഭൂമിക്ക് മുകളിൽ മരിച്ചു കിടക്കുന്നവരും നിധികളും മറ്റു പലതിനെയും ഭൂമി അതാ പുറത്തു കൊണ്ടുവരികയും ചെയ്താൽ ആ സമയത്ത് അവിശ്വാസികൾ, കാഫിർ അഥവാ പുനർജന്മത്തെ നിഷേധിച്ച കാഫിർ ചോദിക്കുകയാണ്, വഖാലൽ ഇൻസാനു മാലഹ. ഭൂമിക്കെന്തു പറ്റി? എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? പക്ഷേ ആ സമയത്ത് ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അതിനു മുകളിൽ വെച്ച് ഓരോ ആൾക്കാരും അവർ ചെയ്ത നന്മ തിന്മകൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതാ അന്നേരം സംസാരിക്കുകയാണ്. തുഖ്ബിറു ബിമാ അലൈഹ മിൻ ഖൈരിൻ വശർ. ദുനിയാവിൽ വെച്ച് അവൻ ചെയ്ത എല്ലാ നന്മയും തിന്മയും എല്ലാറ്റിനെ സംബന്ധിച്ചും അന്നേരം സംസാരിക്കും. ദുനിയാവിൽ നിന്ന് ചെയ്തു പോയ ഒരു അണുമണി തൂക്കം നന്മ അല്ലെങ്കിൽ തിന്മ എല്ലാം പരലോകത്ത് വെച്ച് കാണും. ഐ ലിയഅലമു വയുജാവിസു ബിമാ അമിലു ഫിദ്ദുനിയ മിൻ ഖൈരിൻ വശർ. എല്ലാം അവൻ കാണുകയും മനസ്സിലാക്കുകയും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് നന്മ കൂടുതലുള്ള കാരണം സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കോ വിശദീകരണത്തിലേക്കോ ഒന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം
സംഘമായി ഓതി പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها. ഒന്നാമത്തെ പദം ഇതാ പല ക്ലാസ്സുകളിലും സൂചിപ്പിച്ചതാണ്. ഇതാ ദാലായി തന്നെ മൊഴിയണം. ചിലരൊക്കെ ഇതാ എന്ന് ദാലായി ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. നാം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഓരോ ഹർഫുകളും ആ ഹർഫ് ആയിട്ട് തന്നെ ഉച്ചരിക്കണം. അതായത് അതിൻ്റെ മഖ്റജിൽ നിന്നും ഓരോ അക്ഷരങ്ങളും അത് പുറപ്പെടുന്ന സ്ഥലത്തു നിന്ന് തന്നെ ഉച്ചരിക്കണം. ഇതാ ദാലായി തന്നെ ഉച്ചരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദാ സുൽസിലതി സ സുൽസിലതിൽ അർദു അർദു. ഇവിടെ അർദു എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അർദു എന്ന് റായിൽ അല്പം കൽക്കല കൊടുത്തുകൊണ്ട് ഓതാറുണ്ട്. അത് ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. അർദു സിൽസാലഹ അർദു ലാദാണ്. ലാ ആയി പോകാൻ മാറിപ്പോകാൻ പാടില്ല. إذا زلزلت الأرض زلزالها زلزالها. അവസാനത്തെ ഹ അവ്യക്തമായി പോകരുത്, വ്യക്തമാക്കണം. രണ്ടാമത്തെ ആയത്ത് وأخرجت الأرض أثقالها وأخرج. ഇവിടെയുള്ള ഈ ഹായിൽ പലരും കൽക്കല കൊടുത്തുകൊണ്ടാണ് ഓതാറുള്ളത്. അതെങ്ങനെയാണ്? വഅഖ്റജതിൽ വഅഖ്റജതിൽ അങ്ങനെയല്ല ഓതേണ്ടത്. വഅഖ്റജതിൽ വഅഖ്റജതിൽ അർളു റായിൽ കൽക്കല ഉണ്ടാവാൻ പാടില്ല. തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്ഖാലഹ അസ്ഖാ. ഇവിടെയുള്ള സാ പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴെയറ്റം അതാണല്ലോ സാ. സായിൻ്റെ മഖ്റജ് അങ്ങനെയാണ്. ഇവിടെ പലരും അസ് എന്ന് സീനായി ഉച്ചരിക്കാറുണ്ട്. അത് പിഴവാണ്. സാ ആയി തന്നെ മൊഴിയണം. അസ്ഖാലഹ വഅഖ്റജതിൽ അർളു അസ്ഖാലഹ. അവസാനത്തെ ഹ അവ്യക്തമായി പോകാനും പാടില്ല. അടുത്തായത് വഖാലൽ ഇൻസാനു മാ ലഹാ വഖാല ഖാഫാണ്, കാഫായി പോകാൻ പാടില്ല. വഖാല വഖാലൽ ഇൻസാനു അവിടെ മണിക്കണം. ഇൻസ സീനാണ് സാക്കിനായ നൂന് ശേഷം. അതിനാൽ ഇഖ്ഫാഹ് അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വഖാലൽ ഇൻസാനു മാ ലഹാ മാ ലഹാ മാ ലഹാ. ഇവിടെയും അവസാനം ഹ ആണ്. ഈ സൂറത്തിലെ ആദ്യത്തെ 1, 2, 3, 4, 5 ആയത്തുകൾ ഇങ്ങനെ അവസാനം ഹ ആയിട്ടാണ് വന്നത്. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സിൽസാലഹ അസ്ഖാലഹ മാലഹ അഖ്ബാറഹ ഔഹാലഹ. ഇവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഹ അവ്യക്തമായി പോകും, അല്ലെങ്കിൽ ഹ ഇല്ലാത്തതുപോലെയൊക്കെ ആയി പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. യൗമഇദിൻ തു ഇതിൻ തൻവീനാണ് ശേഷം താ വന്നു, ഇഖ്ഫാ ചെയ്യണം. യൗമഇദിൻ തു അഥവാ മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. യൗമഇദിൻ തുഹദ്ദിസു സാ സീനായി പോകാൻ പാടില്ല, സാ ആയി തന്നെ മൊഴിയണം. അഖ്ബാറഹ ഇവിടെയും ഖായിൽ പലരും കൽക്കല കൊടുത്തുകൊണ്ട് അഖ്ബാറഹ എന്ന് ഓതാറുണ്ട്. അതും പിഴവാണ്.
അഖ്ബാറഹ ഇങ്ങനെ തന്നെ ഓതണം. യൗമഇദിൻ തുഹദ്ദിസു ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹ അല്ല ഹ ആയി തന്നെ മൊഴിയണം. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അടുത്തായത് ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ബിഅന്ന ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. റബ്ബക റബ്ബക ഔഹാ ലഹ. ഔഹാ ലഹ, ഔഹ എന്നല്ല ഔഹ. ഹ നല്ല അക്ഷരസ്ഫുടതയോടെ തന്നെ ഓരോ അക്ഷരങ്ങളും നാം മൊഴിയണം. അതുകൊണ്ട് നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഔഹാ ലഹ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ പ്രത്യേകിച്ചും. ഔഹാ ലഹ ആദ്യത്തത് ഹ ആണ്, ഔഹ. ലഹ എന്ന പദത്തിൽ ഹ ഉമാണ്. ബിഅന്ന റബ്ബക ഔഹാ ലഹ. അടുത്തായത് യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. യൗമഇദിൻ യസ്ദുർ, യൗമഇദിൻ ദാലിന് തൻവീനാണ്, ശേഷം യാ വന്നു. സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം നൗമി ഈ 4 ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇദ്ഗാം ബിഗുന്ന മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇവിടെ യൗമ ഇതിൻ തൻവീനാണ്, ശേഷം യാ വന്നു. അതിനാൽ ഉന്നത്തോടെ അഥവാ മണിച്ചു ഇദ്ഗാം ചെയ്തുകൊണ്ട് ഓതണം. യൗമ ഇദിൻ യസ്ദുറു. മറ്റൊന്ന് യസ്ദുറു എന്ന പദത്തിലെ സ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സീനായി ഓതാൻ ഒരിക്കലും പാടില്ല, സ്വാദായി തന്നെ ഉച്ചരിക്കണം. യസ്ദുറുന്നാസു. അന്നാസു എന്ന പദത്തിൽ നൂനിന് ഷദ്ദാണല്ലോ. ഷദ്ദുള്ള നൂൻ മീം ഏത് സ്ഥലത്ത് കണ്ടാലും നന്നായി മണിക്കണം. അതുകൊണ്ട് അന്നാസ് യസ്ദുറുന്നാസ് ഇങ്ങനെയാണ് ഓതേണ്ടത്. അശ്താതൻ ലിയുറൗ അഅ്മാലഹും. അശ്താതൻ ലി തൻ. ഇവിടെ തൻവീനാണ്, ശേഷം ലാവ് വന്നു. ഇങ്ങനെ ലാമു വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന മണിക്കാതെ ഇദ്ഗാം ചെയ്യണം. അത് എങ്ങനെയാണ്? അശ്താതല്ലി ഇങ്ങനെയാണ് ഓതേണ്ടത്. ചിലരിവിടെ അശ്താതൻലി എന്ന് ഓതാറുണ്ട്. അശ്താതൻ സുക്കൂനുള്ള ഒരു നൂന് കൊടുത്തുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ലാമിന് ഷദ്ദും കൊടുത്തുകൊണ്ട് ചിലരൊക്കെ ഓതാറുണ്ട്. അത് പിഴവാണ്. അശ്താതൻ ലിയുറൗ അഅ്മാലഹും. അശ്താതൻ ലിയുറൗ അഅ്മാലഹും. ലിയുറൗ അഅ്മാലഹും. ഐനാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകൂടി ഈ ആയത്ത് ശ്രദ്ധിച്ചു കേൾക്കൂ. യൗമഇദിൻ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും. അടുത്തായത് فمن يعمل مثقال ذرة خيرا يره. فمن يعمل, ഫമൻ സുക്കൂനുള്ള നൂനാണ്, ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്ന ഉന്നത്തോടെ ഇദ്ഗാം ചെയ്യണം, മണിക്കുകയും ചെയ്യണം. ഫമൻ യഅമൽ യാ ഐനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. മിസ് സ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സീനായി മാറിപ്പോകാൻ വളരെയേറെ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ദാലായി പോകാൻ പാടില്ല. മറ്റൊന്ന് ദർറത്തിൻ ഖ. ഇവിടെ പലരും ദർറത്തിൻ ഖ എന്ന് മണിച്ചു കൊണ്ടോതാറുണ്ട്. അങ്ങനെ മണിക്കരുത്. തൻവീന് ശേഷം ഹാ വന്നതിനാൽ ഇൽഹാർ ചെയ്യണം. മണിക്കാതെ വെളിവാക്കിയാണ് ഓതേണ്ടത്. ഖൈറൻ യറ ഇവിടെ മണിക്കുകയും ചെയ്യണം. കാരണം ഖൈറൻ റാഇന് തൻവീൻ ശേഷം യാ വന്നു. ഇദ്ഗാം ബിഗുന്നയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. അടുത്തായത്
ومن يعمل مثقال ذرة شرا يره ومن يعمل വമൻ സുക്കൂനുള്ള നൂൻ ശേഷം യഅമൽ യാ വന്നു ഇദ്ഗാം ബിഗുന്ന ഉന്നത്തോടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. വമൻ യഅമൽ മിസ്ഖാല മിസ് സ ആണ് മുമ്പ് സൂചിപ്പിച്ചതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സ സീനായി മാറിപ്പോകാൻ പാടില്ല, സ ആയി തന്നെ മൊഴിയണം. മിസ്ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദർറത്തിൻ ഷ തൊട്ട് മുമ്പുള്ള ആയത്തിൽ ദർറത്തിൻ ഖ അവിടെ ഇൽഹാറായിരുന്നു ചെയ്യേണ്ടത്, മണിക്കാതെ വെളിവാക്കി. എങ്കിൽ ഈ ആയത്തിൽ ദർറത്തിൻ ഷ ഇവിടെ മണിക്കണം, കാരണം തൻവീനു ശേഷം ഷീനാണ്, ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓടേണ്ടത്. ومن يعمل مثقال ذرة شرا يره. ഇനി ഈ സൂറത്ത് നമുക്ക് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها. إذا زلزلت الأرض زلزالها. وأخرجت الأرض أثقالها. وأخرجت الأرض أثقالها. وقال الإنسان ما لها. وقال الإنسان ما لها. يومئذ تحدث أخبارها. يومئذ تحدث أخبارها بأن ربك أوحى لها. بأن ربك أوحى لها. يومئذ يصدر الناس أشتاتا ليروا أعمالهم. يومئذ يصدر الناس أشتاتا ليروا أعمالهم. فمن يعمل مثقال ذرة خيرا يره. فمن يعمل مثقال ذرة خيرا يره. ومن يعمل مثقال ذرة شرا يره. ومن يعمل مثقال ذرة شرا يره. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഓതി പഠിക്കാൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.